ഹലോ, ഞാൻ ഡോക്ടർ ഡിബിൻ കെ തോമസ്. ഞാനൊരു കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജനും സ്പോർട്സ് മെഡിസിൻ ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി സ്പെഷ്യലിസ്റ്റും. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൽമുട്ടിനുണ്ടാകുന്ന തേയ്മാനത്തെപ്പറ്റി, അതിൻ്റെ ശാസ്ത്രീയമായ ചികിത്സാ രീതികളെപ്പറ്റി. ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് വിചാരിക്കരുത് ഓപ്പറേഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സാധാരണ ഒരാൾക്ക് ഓപ്പറേഷനെ പറ്റി അറിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വിചാരിക്കുന്നു ഓപ്പറേഷൻ അല്ലാതെ ഇത് എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നറിയാനായിരിക്കും കൂടുതൽ താല്പര്യവും. സാധാരണ ഒരാൾ അറിഞ്ഞിട്ട് കൂടുതൽ ഗുണമുണ്ടാകുന്നത് അതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഓപ്പറേഷൻ അല്ലാതെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരല്പം കൂടുതൽ എലാബറേറ്റ് ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പരിശോധിക്കാം എന്താണ് ഈ മുട്ടിൻ്റെ തേയ്മാനം. മുട്ടിൻ്റെ തേയ്മാനം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ മുട്ടിലുള്ള എല്ലുകൾക്കുണ്ടാകുന്ന തേയ്മാനം, അല്ലെങ്കിൽ എല്ല് തേഞ്ഞ് തീർന്നു എന്നായിരിക്കും നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുട്ടിനുള്ളിൽ തേയുന്നത് ഈ എല്ലല്ല. നമ്മുടെ മുട്ടിനും ബാക്കിയായിട്ടുള്ള എല്ലാ ജോയിൻറ്റുകളിലും എല്ലുകൾ തമ്മിൽ കൂട്ടി വരയാതിരിക്കാനും എല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാനും എല്ലിനൊരു കോട്ടിങ് കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു കുറച്ച് മില്ലിമീറ്റർ തിക്നെസ് ഉള്ള ഒരു കോട്ടിങ് ഉണ്ട്. ആ കോട്ടിങ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴും ഒന്നുമെല്ലാം എല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കാത്തതും കൂട്ടി വരയാത്തതും. എല്ലുകൾ തമ്മിൽ കൂട്ടി ഇടിക്കുകയോ വരയുകയോ ചെയ്താൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ എല്ലിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു വലിയ വീക്കം ഉണ്ടാവുകയും ആ വീക്കത്തിൻ്റെ ബാക്കി ആയിട്ട് നമുക്ക് സഹനീയമായ വേദന ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ കാർട്ടിലേജ് എന്ന കോട്ടിംഗ് ആണ് നമ്മുടെ എല്ലുകളെ, മുട്ടിൻ്റെ ഉള്ള എല്ലുകളെ കൂട്ടിയിടിക്കാതെയും കൂട്ടി വരയാതെയും സംരക്ഷിച്ച് നിർത്തുന്നത്. പ്രായം കൂടുന്നതനുസരിച്ചും മറ്റു ചില കാരണങ്ങൾ കൊണ്ടും ഈ കാർട്ടിലേജിൻ്റെ കട്ടി കുറഞ്ഞു വരും. ചെറുപ്രായത്തിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു സ്ട്രക്ചറായിരിക്കും ഇത്. പക്ഷേ പ്രായം കൂടുന്നതനുസരിച്ച് ഇതൊരു മൃദുത്വം കൂടി വരും. നമ്മൾ ചില ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കാണും, തൊടുമ്പോഴത്തേക്കും പഞ്ഞി പോലെ ഇരിക്കും. പഞ്ഞി ഒരു കോട്ടിംഗ് ആയിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ആ ഒരു നമ്മുടെ വെയിറ്റ് ഒരു 60 കിലോ ഉള്ളൊരു മനുഷ്യനാണെങ്കിൽ നടക്കുമ്പോഴത്തേക്കും ഒരു മറ്റേ കാലെടുത്ത് ഒരു കാല് മാറ്റുമ്പോഴത്തേക്കും ഒരു കാലിൽ കൂടെ ഒരു 60 കിലോ വെയിറ്റ് എങ്കിലും കയറി പോകും. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ വെയിറ്റ് പോകും. ഒരു 60 കിലോ ഇത് കൂട്ടിയാൽ തന്നെ ഒരു പഞ്ഞി കൊണ്ടുള്ളൊരു കോട്ടിങ്ങിൻ്റെ മുകളിൽ കൂടി ഒരു 60 കിലോ വെയിറ്റ് കയറി പോകുമ്പോഴത്തേക്കും എന്തുമാത്രം ആഘാതമാണ് മുട്ടിൻ്റെ അവിടെയുള്ള എല്ലുകൾക്കുണ്ടാകുന്നതെന്ന് ആലോചിക്കണം. ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും ആ എല്ലിൻ്റെ ആ ഭാഗത്ത്, മുട്ടിനോട് ചേർന്നുള്ള ഭാഗത്ത് ഒരു വീക്കം ഉണ്ടാകുകയും അതിൻ്റെ ഫലമായിട്ട് വേദന ഉണ്ടാവുകയും ചെയ്യും. അതാണ് സന്ധി തേയ്മാനത്തിൽ വേദന ഉണ്ടാകുന്നതിൻ്റെ കാരണം. പിന്നെ നമുക്ക് ഇതിനുള്ള കാരണം ഞാൻ പറഞ്ഞു, പ്രായം കൂടുന്നതനുസരിച്ച് ഈ കാർട്ടിലേജിൻ്റെ കട്ടി കുറഞ്ഞു വരും എന്ന് ഞാൻ പറഞ്ഞു. മറ്റ് ചില കാരണങ്ങൾ കൊണ്ടും കൂടി സന്ധി തേയ്മാനം ഉണ്ടാകാം. വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ വാതസംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ, പിന്നെ യൂറിക് ആസിഡ് പോലെയുള്ള ക്രിസ്റ്റൽ ഡിപ്പോസിഷൻ ഡിസീസസ്, പിന്നെ ചില പരിക്കുകളുടെ പരിണിതഫലമായിട്ടും ഈ കാർട്ടിലേജിനുള്ള കട്ടി കുറവിൻ്റെ സ്പീഡ് കൂടി വരികയും മുട്ടിനുള്ള തേയ്മാനം അല്ലെങ്കിൽ ഈ ആർത്രൈറ്റിസ് എന്നുള്ള അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും. സാധാരണ ഒരു മുട്ടിന് തേയ്മാനമുള്ള ഒരാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വേദന. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. തേയ്മാനം കാരണമല്ല, കാർട്ടിലേജിൻ്റെ കട്ടി കുറയുന്നത് കാരണമല്ല വേദന. കാർട്ടിലേജിൻ്റെ കട്ടി കുറയുന്നത് കാരണം മുട്ടിൻ്റെ ഭാഗത്തുള്ള എല്ലുകൾക്കുള്ള വീക്കം ഉണ്ടാകുന്നത് കൊണ്ടാണ്. ആ വീക്കം കാരണമാണ് വേദന ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ വേറെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുട്ട് മടക്കുന്നതിനോ നിർത്തുന്നതിനോ ഉള്ള ഒരു പിടുത്തം, അല്ലെങ്കിൽ മുഴുവനായിട്ട് മടക്കുക നിർത്താൻ പറ്റാതെ വരിക, പിന്നെ ഒരു വശത്തോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മുട്ടിൻ്റെ ചെരിവ്, വളവ് ഒക്കെ ഉണ്ടാകുക. ഇതാണ് മറ്റൊരു പ്രശ്നം. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു അസുഖം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ ശരീരം തന്നെ അതിനെ ഒരു കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ മുട്ടിലും ഈ തേയ്മാനം വരുന്നതിൻ്റെ ഭാഗമായി ഒരു വളരാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ശരീരം തന്നെ നടത്തും. പക്ഷേ ഈ കാർട്ടിലേജ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഒന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ വളരുന്ന ഒരു സ്ട്രക്ചറല്ല. അപ്പോൾ നമ്മുടെ മുട്ടിൽ ഈ വളരാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും എല്ലുകളാണ് കൂടുതലായിട്ട് സൈഡിലോട്ടോ ഒക്കെ വളരുക. ഈ എല്ലുകൾ വളരുന്ന ഒരു ബാലൻസിലായിരിക്കില്ല. ചിലപ്പോൾ ഒരു സൈഡിൽ കൂടുതൽ വളരും, വേറെ സൈഡിൽ കുറച്ച് വളരും. ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ്
മുട്ടിനൊരു വളവുണ്ടാകാം. ഇതോടൊപ്പം തന്നെ നമ്മൾ മടക്കാൻ നിർത്തുകയൊക്കെ ചെയ്യുന്നത്, വേദന കാരണം മടക്കം നിർത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ കുറയ്ക്കും കൂടെ ചെയ്യുമ്പോഴത്തേക്കും മുട്ടിന് ചുറ്റുമുള്ള മസിലുകളുണ്ട്, മറ്റ് ലിഗമെൻറ്റുകളുണ്ട്, വേറെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിനെല്ലാം ഒരു ഇംബാലൻസ് ഉണ്ടാകും. ഒരു സൈഡിൽ ചിലപ്പോൾ ഒരു എലാസ്റ്റിസിറ്റി കുറഞ്ഞു വരികയും വേറൊരു സൈഡിൽ എലാസ്റ്റിസിറ്റി കൂടുകയും ഒരു സൈഡിൽ വലിവ് കൂടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു വളവുകളും ഉണ്ടാകാം. മുട്ട് മടക്കുന്നതിനും നിർത്തുന്നതിനുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. ഈ മുട്ടിന് തേയ്മാനമുള്ള ആളുകൾ കംപ്ലയിൻറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ കാരണം മുട്ടിനുള്ള ബലക്കുറവ് ഉണ്ടാകാൻ കാരണം പ്രായം കൂടുന്നതനുസരിച്ച് എല്ലാ ആളുകൾക്കും എല്ലാ മസിലുകൾക്കും ബലക്കുറവുണ്ടാകും. ഇതോടൊപ്പം തന്നെ വേദന കാരണം ആൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫലമായിട്ടും ബലക്കുറവുണ്ടാകാം. ഈ പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ ചികിത്സ ചെയ്യുക, എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായി ഒരു തേയ്മാനത്തിൻ്റെ ആദ്യ അവസ്ഥയിലൊക്കെ ഉള്ളൊരു പേഷ്യൻ്റ് നമ്മുടെ ഒ പിയിലായിട്ട് ആദ്യം വരുന്നത് എങ്ങനെയാണ് കറക്റ്റായിട്ട് പറയുന്ന ഒരു ഹിസ്റ്ററി എങ്ങനെയാണെന്ന് വെച്ചാൽ, ആൾക്ക് 2 ദിവസമായിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് ജോലി ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. ഇവിടെ ആശുപത്രിയിൽ വരുന്ന ഒരാളുകൾ പറയുന്ന എന്ന് വെച്ചാൽ അവരുടെ ബന്ധുക്കളാരെങ്കിലും ആശുപത്രിയിലായിരുന്നു, അതുകൊണ്ട് കുറേ സ്റ്റെപ്പ് കയറി ഇറങ്ങേണ്ടി വന്നു, അങ്ങനെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകേണ്ടി വന്നു. അല്ലെങ്കിൽ ചില ആളുകൾ പറയും ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യാറില്ലെന്നു, ഇച്ചിരി വണ്ണം കുറയ്ക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ കുറേ നടന്നു. ഇതിൻ്റെ ഒക്കെ പിറ്റേ ദിവസം മുതൽ മുട്ടുവേദനയാണ്, അസഹനീയമായ വേദനയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ, അതായത് എപ്പോഴും വേദനയില്ല, എന്തെങ്കിലും ഒരു ഇച്ചിരി പ്രശ്നം കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ള അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു മുട്ടിൻ്റെ തേയ്മാനം കാരണമുള്ള ഈ വേദന തേയ്മാനം കാരണമല്ല വീക്കം കാരണമാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ളപ്പോഴത്തേക്കും നമ്മൾ ശ്രമിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആ വീക്കം എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുക എന്നുള്ളത്. വീക്കം കുറയ്ക്കാനായിട്ട് നമ്മുടെ തൊലിപ്പുറത്തൊരു മുറിവുണ്ടായാൽ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ മരുന്ന് വെക്കുന്നത് കൂടാതെ നമ്മൾ ആ മുറിവുണ്ടാകുന്നത് വീണ്ടും അമക്കിക്കൊണ്ടിരുന്നാൽ വേദന കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? ഇങ്ങനെയുള്ളപ്പോഴത്തേക്കും ഇതുപോലെ തന്നെയാണ് നമ്മുടെ മുട്ടിൻ്റെ അകത്തുള്ള ഈ വീക്കവും. അതായത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അക്യൂട്ട് ആയിട്ട് പെയിൻ വരുന്ന സമയത്ത് പരമാവധി റെസ്റ്റ് എടുക്കുക. ഇതോടൊപ്പം തന്നെ ഈ റെസ്റ്റ് എടുത്താൽ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ വേദനയാണെങ്കിൽ റെസ്റ്റ് എടുത്താൽ തന്നെ സ്വാഭാവികമായും കുറഞ്ഞു വരും. അതിന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കഴിക്കേണ്ട കാര്യമില്ല. പക്ഷേ മരുന്നുകൾ കഴിച്ചാൽ ഒരല്പം കൂടി നേരത്തെ വേദന കുറയ്ക്കാമെന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ മരുന്നുകൾ കഴിക്കാതിരിക്കുന്നത്? അങ്ങനെയുള്ളപ്പോഴത്തേക്കും ഈ മരുന്നുകൾ, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന വീക്കം കുറയ്ക്കുന്ന മരുന്നുകൾ, ഈ മരുന്നുകൾ കഴിച്ചാൽ അല്ലാത്ത 2 ആഴ്ച റെസ്റ്റ് എടുത്താൽ കുറയുന്ന വേദന ഒരാഴ്ച കൊണ്ട് കുറയുന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് കുറയും. പിന്നെ ഈ ഒരാഴ്ച തന്നെ വേദനയുടെ സിവിയറിറ്റിയും കുറയും. അങ്ങനെയുള്ളപ്പോഴത്തേക്കും ഈ വേദനയും വീക്കത്തിനുള്ള മരുന്നുകളും കൂടി നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. മരുന്നുകളെ പറ്റി പറയുമ്പോഴത്തേക്കും വേറൊരു കാര്യം പറയണം. നമ്മുടെ മുട്ടിൻ്റെ തേയ്മാനം കുറയ്ക്കാനാണെന്ന് പറഞ്ഞു, വന്നത് കാട്ടിലേനെ റീജനറേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു ഒരുപാട് മരുന്നുകൾ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. ഒത്തിരി മരുന്നുകൾ പരസ്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞു, മുട്ടിൻ്റെ കാട്ടിലേജ് ഒരിക്കൽ പോയാൽ, മുട്ടിൻ്റെ മാത്രമല്ല ശരീരത്തിൽ എവിടെയും കാട്ടിലേജ് ഒരിക്കൽ പോയാൽ വീണ്ടും അതേ രീതിയിൽ വളരത്തില്ല. കാട്ടിലേനെ റീജനറേറ്റ് ചെയ്യും എന്ന് പരീക്ഷണത്തിൽ തെളിയപ്പെട്ടിട്ടുള്ള യാതൊരു മരുന്നുകളും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുമില്ല. ഇവിടുത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഈ മുട്ടിൻ്റെ തേയ്മാനത്തിനാണ് എന്ന് പറഞ്ഞ് തരുന്ന മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള പരസ്യം ചെയ്യുന്ന പല മരുന്നിൻ്റെയും പാക്കറ്റിൽ നോക്കിയാൽ അറിയാം ഫുഡ് സപ്ലിമെൻ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഫുഡ് സപ്ലിമെൻ്റ് എന്ന് എഴുതി വെക്കാൻ കാരണം ഒരു മരുന്നിനെ ഫുഡ് സപ്ലിമെൻ്റ് എന്നുള്ള പേരിൽ മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, അതൊരു മരുന്ന് എന്നുള്ള രീതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മരുന്ന് എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് ലൈസൻസ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ ഫുഡ് സപ്ലിമെൻ്റ് എന്നുള്ള പേരിൽ ഈ മരുന്ന് മാർക്കറ്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു വല്ലപ്പോഴും വരുന്ന മുട്ട് തേയ്മാനം കാരണം ഇടയ്ക്ക് മാത്രം വരുന്ന വേദനയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ വേദന ഒരു അല്പം കൂടി തേയ്മാനം കൂടുന്നതനുസരിച്ച് ചെറിയ കാര്യങ്ങളും, അതായത് ഞാൻ പറഞ്ഞു ആളുകൾ പറയുന്നത് ഒരു ദിവസം ഒത്തിരി ജോലി ചെയ്യേണ്ടി വന്നു, അതിനുശേഷമാണ് വേദന വന്നത്. അങ്ങനെയുള്ള ചില ആളുകൾക്ക് ഈ പറയുന്ന മുട്ടിന് വലിയ ആഘാതം ചെയ്യുന്ന ജോലികൾ നടന്നാൽ തന്നെ മുട്ടിന് വലിയ ആഘാതമായിരിക്കും. എപ്പോഴും മരുന്ന് കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഒരു തേയ്മാനത്തിൻ്റെ ഒരല്പം കൂടിയ അവസ്ഥയിൽ ഒരു സ്റ്റേജ് 4 ചെല്ലുമ്പോഴത്തേക്കും മരുന്ന് കഴിക്കാതെ ആളുകൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരവസ്ഥ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മുട്ട് മാറ്റി വെക്കുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ മുട്ട് തേയ്മാനത്തിന് ആദ്യത്തെ സ്റ്റേജുകൾ ഒരു വേദന വന്നു, വേദന മാറിക്കഴിഞ്ഞിട്ട് ഇനി വീണ്ടും വേദന വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക
എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കാം. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ടിപ്പിക്കലി ഈ വേദന വരുന്നത് പതിവിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്തു, മുട്ടിന് അധിക സ്ട്രെസ്സ് കൂടുതൽ കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്തു, അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കുമാണ് മുട്ടിന് ഈ വേദന ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മുട്ടിന് കൂടുതൽ ക്ഷതമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോന്നോരോന്നായി ഒഴിവാക്കിക്കൊണ്ടുവരും എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമായി നമ്മൾ മുട്ടിന് കൂടുതൽ ക്ഷതമുണ്ടാക്കുന്ന ജോലികൾ എന്തൊക്കെയാണ്? ഓടുക, ചാടുക, ഒത്തിരി സ്റ്റെപ്പ്, മുട്ട് നമ്മുടെ വെയിറ്റോട് കൂടിയിട്ട് മുട്ട് മടക്കിയിട്ട് വരിക. ചുമ്മാ ഇരുന്ന് മടക്കിയിട്ട് വരുമ്പോഴത്തേക്കും കാലിൻ്റെ വെയിറ്റേ ഉള്ളൂ മുട്ടിലോട്ട് വരത്തുള്ളൂ. പക്ഷേ നമ്മളൊന്ന് കുത്തിയിരുന്നിട്ട് എണീക്കുമ്പോഴത്തേക്കും മടക്കിയിട്ട് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് മുഴുവൻ വെയിറ്റും മുട്ടിലോട്ടാണ് വരുന്നത്. നമ്മുടെ ഈ ഫിസിക്സിൻ്റെ കുറേ മോഡലുകളൊക്കെ വെച്ച് പരിശോധിക്കുമ്പോഴത്തേക്കും നമ്മളൊന്ന് കുത്തിയിരുന്നിട്ട് എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ 60 കിലോ വെയിറ്റുള്ള ഒരാളുടെ ആണെങ്കിൽ ആളുടെ ശരീരത്തിൻ്റെ ഒരു 5 ഇരട്ടി 6 ഇരട്ടി വെയിറ്റ് വരെ മുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് 60 കിലോ ആണ് വെയിറ്റ് എങ്കിൽ ഒരു 300 കിലോയോളം മുട്ടിലൂടെ കടന്നു പോകും. അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വെയിറ്റോട് കൂടി മുട്ട് മടങ്ങിയിട്ട് എന്ന് പറയുന്നത് കുത്തിയിരുന്നിട്ട് എണീക്കുക, സ്റ്റെപ്പ് കയറി ഇറങ്ങുക, കയറ്റം കയറി ഇറങ്ങുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. ഇനി ഇതിങ്ങനെ കുറച്ച് വരുമ്പോഴത്തേക്കും ഒരു സ്റ്റേജ് വരും, ഇതിനേക്കാൾ കൂടുതൽ നമുക്കൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള അവസരത്തിലാണ് മുട്ട് മാറ്റിവെക്കലിനെ പറ്റി ആലോചിക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, മരുന്നുകൾ നിർത്താൻ പറ്റത്തില്ലാത്ത അവസ്ഥ. മരുന്നുകൾ കഴിക്കുമ്പോൾ വേദന കുറയും, പക്ഷെ മരുന്ന് നിർത്തുമ്പോഴത്തേക്കും 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും വേദന വരും എന്നുള്ള അവസ്ഥ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇതിനേക്കാൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥ വരും. ഇതാണ് മുട്ട് മാറ്റിവെക്കലിനെ പറ്റിയുള്ള മുട്ട് മാറ്റിവെക്കേണ്ട രണ്ടാമത്തെ ഇൻഡിക്കേഷൻ. പിന്നെ വേദന വീണ്ടും വരാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്നതും നേരത്തെ പറഞ്ഞു, മുട്ടിൻ്റെ തേയ്മാനത്തിൻ്റെ ഭാഗമായി മുട്ടിന് വളവും മുട്ട് മടക്കാനും നോർക്കാനും പറ്റാതെ വരിക, അങ്ങനെയുള്ളൊരവസ്ഥ, ബലക്കുറവ്, ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് മുട്ടിന് വേണ്ടിയിട്ട് എക്സസൈസുകൾ ചെയ്യാം. എക്സസൈസുകളെ പറ്റി ഒത്തിരി പറഞ്ഞ വീഡിയോയ്ക്ക് നീട്ടം കൂട്ടുന്നില്ല. വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്കത് ചെയ്യാം. എക്സസൈസ് സിമ്പിളി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മുട്ടിനെ സംബന്ധിക്കുന്ന എന്ത് എക്സസൈസുകളും ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേദന എടുക്കുന്നുണ്ടെങ്കിൽ ആ എക്സസൈസ് പരമാവധി ഒഴിവാക്കുക. എക്സസൈസ് ചെയ്താൽ ഒന്നാമത്തെ കാര്യം, മുട്ടിൻ്റെ ചുറ്റുമുള്ള മസിലുകൾക്ക് ബലം കൂടും. അതായത് വീക്ക്നെസ് എന്നുള്ള ഒരു പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമോ. അതോടൊപ്പം തന്നെ നമ്മൾ മുട്ട് മടക്കാതെ കുറേ നാളിരുന്നാലുള്ള ഒരു സ്റ്റിഫ്നെസ്സിൻ്റെ കാര്യം പറഞ്ഞു, ഒരു വളവ് അല്ലെങ്കിൽ മുട്ട് മടക്കാൻ നോർക്കാൻ പറ്റാതെ വരിക എന്നുള്ളൊരു കാരണത്തിന് എക്സസൈസുകൾ കൊണ്ട് ഗുണം ചെയ്യും. ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ, പ്രായമായവരിൽ വരുന്ന എല്ലാ മുട്ടുവേദനയും മുട്ട് തേയ്മാനം കൊണ്ടാകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മുട്ട് തേയ്മാനം അവിടെ കാണും, പക്ഷേ മുട്ടിനുള്ളിൽ ഈ പറഞ്ഞ എല്ലും കാർട്ടിലേജും മാത്രമല്ല, മുട്ടിനുള്ളിൽ തന്നെ 2 ലിഗമെൻറ്റും മെനിസ്കസ് എന്ന് പറയുന്ന 2 വേണമെങ്കിൽ വാഷർ ഒക്കെ നമ്മൾ വിളിക്കുന്ന 2 സ്ട്രക്ചറുണ്ട്. മുട്ടിന് ചുറ്റും ഒത്തിരി കാര്യങ്ങളുണ്ട്, മസിലുകളും ലിഗമെൻറ്റുകളും ഒക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ എന്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് വേണമെങ്കിലും മുട്ടുവേദന വരാം. ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടുള്ള വേദന ആണെന്നുണ്ടെങ്കിൽ മുട്ട് മാറ്റി വെച്ചാൽ ഒരു പക്ഷേ ആ വേദന മാറിക്കിട്ടും. പക്ഷേ എന്ന് വെച്ച് ഈ പ്രശ്നങ്ങൾ കൊണ്ടുള്ള വേദനയ്ക്ക് ഡയറക്റ്റ്ലി പോയി മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ തേയ്മാനവും കൂടി ഉണ്ട്, കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കും എന്തായാലും മുട്ട് മാറ്റി വെക്കേണ്ട അവസ്ഥ വരാം, പിന്നെ നേരത്തെ അങ്ങ് പോയി ചെയ്താൽ അതങ്ങ് മാറിക്കിട്ടത്തില്ലേ എന്ന്. പക്ഷേ നമ്മൾ മുട്ട് മാറ്റി വെക്കുമ്പോഴത്തേക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ മാറ്റി വെക്കുന്ന മുട്ടും തേയ്മാനം വരാനും കേടുപാടുകൾ വരാനും സാധ്യതയുള്ള ഒന്ന് തന്നെയാണ്. നമ്മുടെ ഈ ഇംപ്ലാന്റ് കമ്പനികൾ ഇതിന് പറയുന്നൊരു ലൈഫ് ടൈം എന്ന് പറയുന്നത് ഒരു 15 വർഷം മുതൽ 20 വർഷം വരെയാണ്. ഒരു 60 വയസ്സിൽ നമ്മൾ ഈ മുട്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു കണക്കാക്കുന്ന ഒരാൾ ആക്റ്റീവായിട്ട് നടക്കുക, കാര്യങ്ങൾ വേദനയില്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രായം ഒരു 80 വയസ്സ് വരെയാണ്. അപ്പം ഈ 60 വയസ്സിലാണ് മുട്ട് മാറ്റി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 60 + 20 80 വയസ്സ് വരെ ആൾക്ക് ആ മുട്ട് മതിയാകും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 60 വയസ്സുള്ള ഒരാൾക്കാണ്, അല്ലെങ്കിൽ 65 വയസ്സുള്ള ഒരാൾക്കാണ് ഈ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ട്, മെനിസ്കസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെയുള്ള മുട്ടുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതിന് തെറ്റില്ല. പക്ഷേ
ഇത് സംഭവിക്കുന്ന ഒരു 45 വയസ്സിലോ 50 വയസ്സിലോ ആണെങ്കിൽ ഒന്ന് ആലോചിക്കുക. ഒരു 50 വയസ്സിൽ തന്നെ മാറ്റിവെച്ചാൽ 50 പ്ലസ് 20 70 വയസ്സിൽ വീണ്ടും ഈ മാറ്റിവെച്ച മുട്ട് മാറ്റി വെക്കേണ്ടുന്ന ഒരവസ്ഥയുണ്ട്. അതിനുള്ള ഒത്തിരി ഓപ്പറേഷനുകൾ അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒന്ന് മാറ്റിവെച്ച മുട്ട് രണ്ടാമത് മാറ്റി വെക്കുമ്പോഴത്തേക്കും ഒരല്പം കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറിയാണ്. അപ്പോഴത്തേക്കും ഇത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ, അതായത് ഈ 60 വയസ്സിൽ താഴെ 50 വയസ്സിലോ 45 വയസ്സിലോ മുട്ട് മാറ്റി വെക്കുന്നതിൽ തെറ്റില്ല. അതായത് കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഈ റിവിഷൻ ടേക്ക് കെയറിനുള്ള സാങ്കേതിക വിദ്യകളും എല്ലാം ഇപ്പോൾ തന്നെ ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഒത്തിരി ഓപ്പറേഷനുകൾ നടക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 20 വർഷം കഴിഞ്ഞിട്ട് എന്തായാലും ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഓപ്പറേഷൻ രീതികളും എല്ലാം പുരോഗമിക്കത്തുള്ളൂ. ഇനി എന്തായാലും പുറകോട്ട് പോകാനുള്ള സാധ്യതയില്ല, നിങ്ങൾക്കും അറിയാം. അങ്ങനെയുള്ളപ്പോഴത്തേക്കും ഒരു 20 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാരണത്തിന് വേണ്ടി നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം ദുസ്സഹമാക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഫോർ നീ റീപ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്? മരുന്ന് നിർത്താൻ പറ്റാത്ത രീതിയിൽ വേദനയുണ്ടാവുക ഒന്നാമത്തെ ഇൻഡിക്കേഷൻ. രണ്ടാമത്തെ ഇൻഡിക്കേഷൻ എന്താണ്? ഇതിൽ കൂടുതലായിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ടൊന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് പോകാവുന്നതാണ്. അല്ലാത്ത പക്ഷം വേറെ അസുഖങ്ങൾ കൊണ്ടാണ് മുട്ട് വേദന ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതിപ്പോൾ ഓപ്പറേഷൻ ആണെങ്കിൽ ഈ മെനിസ്കസിൻ്റെയൊക്കെ കീറലിന് മരുന്നുകൾ കൊണ്ടൊന്നും മാറത്തില്ല. അതിനൊക്കെ കീഹോൾ സർജറി വേണ്ടി വരും. അതാണെങ്കിൽ ഓപ്പറേഷൻ തന്നെ ചെയ്താലും അതിലും തെറ്റില്ല. മരുന്നുകൾ കൊണ്ട് മാറുന്നതും എക്സസൈസുകൾ കൊണ്ട് മാറുന്നതുമാണ്, അങ്ങനെ മാറിക്കോട്ടെ. ഇനി അതല്ല, ഓപ്പറേഷൻ വേണമെങ്കിൽ അതും ചെയ്യുന്നതിൽ തെറ്റില്ല. ഈ മുട്ടിൻ്റെ തേയ്മാനത്തെ പറ്റിയും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏകദേശം പൊടിക്കൈകളെ പറ്റിയും ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് മുട്ട് മാറ്റി വെക്കേണ്ടതിനെ പറ്റി ആലോചിച്ച് തുടങ്ങേണ്ടതിനെ പറ്റി ഒരു ഐഡിയ കിട്ടി എന്ന് തോന്നുന്നു. എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇപ്പോൾ അതിന് റിപ്ലൈ ചെയ്യാനായിട്ട് ഇച്ചിരി ബിസി ആയിക്കുകയാണെങ്കിൽ, റിപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് കൂടുതൽ ചെയ്യാം.